നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചൈനയായിട്ടുള്ള ഒരു ഒരു വൈരം, അതായത് അതുണ്ടായിരുന്നു നേരത്തെ, അത് ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനെ അമേരിക്ക എന്നുള്ള പൊതുശത്രു ആയി മാറുകയും നമുക്കെതിരെ അല്ല ഈ പറയുന്ന 3 രാഷ്ട്രങ്ങൾക്കെതിരെയും നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ 3 രാഷ്ട്രങ്ങൾ ഒരുമിക്കില്ലേ? അതിൻ്റെ അകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അമേരിക്ക ഇതുവരെ നമ്മുടെ ശത്രുവല്ല, ചൈന ഇതുവരെ നമ്മുടെ മിത്രമല്ല. അതെ. പക്ഷെ അമേരിക്കയ്ക്ക് നമ്മളിപ്പം ശത്രു സ്ഥാനത്താണ് നിൽക്കുന്നത്, അത് വേറെ കഥ. അത് അമേരിക്കയുടെ പെർസ്പെക്റ്റീവ്. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ അമേരിക്ക ഇതുവരെ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ ഒരു ശത്രു ആയിട്ടില്ല. മനസ്സിലായില്ലേ? ഈവൻ ലഡാക്കിലെ കളി പോലും നേപ്പാൾ റിപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല. ലഡാക്കിൽ ഇപ്പം നടന്ന കലാപം നേപ്പാൾ റിപ്ലിക്കേറ്റ് ചെയ്ത് അമേരിക്കയുടെ കൈയുണ്ട് അതിൻ്റെ അകത്ത്. മണിപ്പൂർ കലാപത്തിൻ്റെ അകത്ത് അമേരിക്കയുടെ കൈയുണ്ട്. അമേരിക്കൻ CIA അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ ഓപ്പറേറ്റീവ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ മണിപ്പൂരിൽ വന്ന് കയറിയതിൻ്റെ ഫോട്ടോ എവിഡൻസ് ഞാൻ കണ്ടതാണ് ആ അതിൻ്റെ ഫോട്ടോ എവിഡൻസ്. ആള് ഇത് സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ ഓപ്പറേറ്റീവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ മണിപ്പൂരിൽ നടന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ആഗസ്റ്റ് അവസാനത്തെ ആഴ്ചയിൽ ബംഗ്ലാദേശിൽ വെസ്റ്റിൻ ഹോട്ടലിൽ 808-ാമത്തെ മുറിയിൽ ഒരു അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേറ്റീവ് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം പണി എല്ലായിടത്തും നടക്കുന്നുണ്ട്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. അതൊന്നും അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഇതുവരെ അമേരിക്കയെ ശത്രുസ്ഥാനത്ത് കൊണ്ട് നിർത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതുവരെ ചൈനയെ കൊണ്ട് മിത്രസ്ഥാനത്തും കൊണ്ട് നിർത്തിയിട്ടില്ല. ഭാരതത്തിൻ്റെതായിട്ടുള്ള താല്പര്യമുണ്ട്. ആ താല്പര്യം മാത്രമാണ് നമ്മളെ നയിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ട്രംപ് എന്ന് പറയുന്ന വൃത്തിയോട്ടൻ്റെ തോളത്ത് കൈയിട്ടതിൻ്റെ ക്ഷീണം ഇവർ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മളൊരു മിത്രസ്ഥാനത്തേക്ക് ഒരു പുതിയൊരു രാജ്യത്തെ കൊണ്ടുവരുന്ന അതുപോലെ ആലോചിച്ചും കണ്ടും മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത കാര്യം, ഇനിയൊരു യുദ്ധം വരാനിരിപ്പുണ്ട്. ടു ബി ഓണസ്റ്റ്, ഈ ചിക്കൻ നെക്ക് മുറിക്കാനായിട്ട് ബംഗ്ലാദേശ് അവിടെ നിന്ന് നോക്കും. ബംഗ്ലാദേശിൽ എല്ലാ മാസവും സൈനിക എക്സർസൈസ് എന്ന് പറഞ്ഞിട്ട്, മിലിറ്ററി എക്സർസൈസ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ സ്പെഷ്യൽ ഓപ്പറേറ്റീവ്സ് വന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പരിശീലനം കൊടുക്കുന്നത് മാത്രമല്ല, അവിടെ നിന്നുകൊണ്ട് സ്ട്രാറ്റജൈസ് ചെയ്യുന്നുണ്ട്, റെക്കിയുണ്ട്, സർവ്വ പരിപാടികളുണ്ട് ബംഗ്ലാദേശിൽ നിന്ന്. മുനീറിൻ്റെ ഒരു എന്താ പറയുക സബോർഡിനേറ്റ് ഉണ്ടായിരുന്നു. അയാൾ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞാണ്, ഇനി ഞങ്ങൾ കിഴക്കുന്ന് ആക്രമിച്ചോളാം എന്ന് പറഞ്ഞിട്ട്, വി വിൽ അറ്റാക്ക് ഇന്ത്യ ഫ്രം ഈസ്റ്റ് എന്ന് പറഞ്ഞ അയാളാണ്. അത് അങ്ങേരെ അറിയാതെ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞാണെങ്കിലും പ്രിപ്പറേഷൻ മുഴുവൻ ഇവിടെ നടക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, ചിറ്റഗോങ് പോർട്ടിൻ്റെ അവിടെ മിലിറ്ററി ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിൽ. അവിടെ നിന്ന് ഈ മിലിറ്ററി തീർച്ചയായിട്ടും മ്യാൻമാറിലോട്ട് കയറാനായിട്ടുള്ള പരിപാടിയാണ്. ചിറ്റഗോങ് പോർട്ടിൻ്റെ അവിടെ നിന്ന് മ്യാൻമാറിലോട്ട് കയറാനായിട്ടാണെങ്കിലും ത്രിപുരയിലോട്ടോ അങ്ങനെ നമ്മുടെ നോർത്ത് ഈസ്റ്റിലോട്ട് കയറാനായിട്ടാണെങ്കിലും വലിയ ദൂരമില്ല. മിലിറ്ററി എക്സസൈസസ് അവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട്. സോ ടു ബി ഓണസ്റ്റ്, നമ്മൾ അത്ര നല്ല സേഫ് സിറ്റുവേഷനിലൊന്നും അല്ലിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 2014 മുതൽ ഇത് എത്ര പ്രാവശ്യം റെജീം ചേഞ്ച് എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ ശ്രമിച്ചതാണെന്നും എത്ര പ്രാവശ്യം പരാജയപ്പെട്ടതാണെന്നും നമുക്കൊന്നും എണ്ണമില്ല.